ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം ഇന്നും ഒരു ജിം വ്ലോഗാണ്. നമ്മൾ ജിമ്മിലേക്ക് പോകാനായിട്ട് ഫുൾ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇവിടെ ഇവിടെ ഒരാൾ ഓടി കളിക്കുന്നുണ്ട്. അയാളുടെ അനക്കം കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കിയത്. ഇപ്പോൾ ഇത്ര നേരം മീറ്റിങ്ങിലായിരുന്നു, അതുകൊണ്ട് ഞാൻ ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്കൊരു ചെസ്റ്റ് ഡേ ആണ്. നമ്മൾ ചെസ്റ്റ് ഡേക്ക് ചെയ്യാൻ പോകുന്ന വർക്കൗട്ട് എന്തൊക്കെയാണ്? ചില ആൾക്കാർക്ക് ഇപ്പോഴും ഒരു വിചാരമുണ്ട്, നമ്മൾ ചെസ്റ്റ് ഡേക്ക് ഒരുപാട് വേരിയേഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ ചെസ്റ്റ് ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന എൻ്റെ ചെസ് റൊട്ടീനാണ് കാണാൻ പോകുന്നത്. എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ള എൻ്റെ ചെസ് വർക്കൗട്ട്. ഓക്കെ, അതിനകത്ത് നിങ്ങൾ വിചാരിക്കുന്നവർ ഇൻക്ലൈൻ, സ്ട്രെയിറ്റ്, ഡിക്ലൈൻ അങ്ങനെ എല്ലാം വരത്തില്ല. ചില വേരിയേഷൻസ് മാത്രമേ വരത്തുള്ളൂ. എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ചില വേരിയേഷൻസ് ഞാൻ കാണിച്ചു തരാം. കാരണവും എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. കാരണം നമ്മൾ എല്ലാ വേരിയേഷൻസും ഒരേ കണക്ക് എല്ലാം ഒരു ചെസ്റ്റ് ഡേ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വേരിയേഷൻസ് വരുത്തിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള 2-3 വേരിയേഷൻസ് മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഒരാൾ കിടന്ന് കളിച്ചോണ്ടിരിക്കുക. ഞാൻ പോകുന്നതിന് മുമ്പ് എന്നെ ഒന്ന് ഇതാക്കുന്നത്. ക്യാപ്പങ്ങ് വാ ബാ 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 എന്ത് വരാ എത്ര ബുദ്ധിമുട്ട്. ബാ ഹായ് കാണിച്ചേ. ബാ ക്യാപ്പക്കുട്ടി ഇവിടെ ഉണ്ട്, ഫുൾ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് 2 വാക്സിനേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫുൾ ഹെൽത്തി ആയിട്ട് ഇവിടെ ക്യാപ്പക്കുട്ടനുണ്ട്. കുറച്ച് വളർന്നിട്ടുണ്ട് കേട്ടോ. ടൈം കളയാനില്ല. അപ്പം അവളെ ഇവിടെ ആക്കിയിട്ടാണ് നമ്മൾ ജിമ്മിലേക്ക് പോകാൻ പോകുന്നത്. ടൈം കളയാനില്ല, നമുക്ക് നേരെ റെഡി ആയിട്ട് ജിമ്മിലേക്ക് പോകാം. ഓക്കെ, ആവശ്യമുള്ള എല്ലാം എടുത്തിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ ടു ദ ജിം. അപ്പം നമ്മൾ എന്തായാലും ജിമ്മിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചെസ്റ്റ് ഡേ ആണ്. ഞാൻ പറഞ്ഞ പോലെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരുത്തും തിരിച്ച് ബാംഗ്ലൂർ വന്നിരിക്കുകയാണ്. ഇവിടെ വാടാ. അപ്പം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവൻ നാട്ടിൽ മുങ്ങിയേക്കുമായിരുന്നു. ഇന്നാണ് പൊങ്ങിയേക്കുന്നത്. ഇന്നലെ നാട്ടിൽ നിന്ന് വന്ന്, പക്ഷെ ഇന്നലെ കിടന്ന് ഉറങ്ങിപ്പോയിരുന്നു. അപ്പോൾ ഇന്നെന്തായാലും കുറേ ദിവസങ്ങൾക്ക് ശേഷം എക്സാം ഒക്കെ ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. എക്സാം ഒക്കെയാണ് നമ്മൾ വെറുതെ വിടും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇന്ന് ചെസ്റ്റ് ഡേ ആണ്. നമ്മുടെ ചെസ്റ്റ് ഡേ എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുത്തല്ല. അപ്പോൾ എന്നാലും നമ്മൾ എല്ലാ വേരിയേഷൻസും കളിക്കുന്നില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമുക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള, സേഫ് ആയിട്ടുള്ള കുറച്ച് വേരിയേഷൻസ് മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഞാൻ പറഞ്ഞു തരാം. എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പം നമ്മൾ ഏതൊരു ചെസ്റ്റ് വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് മേക്ക് ഷുവർ ദാറ്റ് ചെസ്റ്റ് ഈസ് വാംഡ് അപ്പ് പ്രോപ്പർലി. അതായത് നമ്മളൊരു വാമപ്പ് സെറ്റ് ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. വാമപ്പ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചെസ്റ്റ് ഒരു കംപ്ലീറ്റ് ഹെവി വർക്കൗട്ടിന് വേണ്ടി റെഡിയാക്കുക. അതാണ് മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ വെറും ലൈറ്റ് വെയിറ്റ് ആയിട്ടേക്കുന്നത്. ഇതെൻ്റെ വർക്കിംഗ് സെറ്റ് അല്ല, ഇത് ജസ്റ്റ് ഞാൻ പമ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പമ്പപ്പ് സെറ്റ് കഴിഞ്ഞു. ഇതിനു മുമ്പ് ഞാൻ ഒരു സെറ്റും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നേരെ വർക്കിംഗ് സെറ്റിലേക്ക് പോകാം. അപ്പോൾ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ മെഷീൻസ് ആണ്. ഞാൻ ഫ്രീ വെയിറ്റ് അങ്ങനെ ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. കോമ്പറ്റീഷൻ തുടങ്ങിയതിന് ശേഷം ഞാൻ ഫ്രീ വെയിറ്റ്സ് അധികം യൂസ് ചെയ്യാറില്ല. മെയിൻലി മെഷീൻസിനകത്താണ് ചെയ്യുന്നത്. കാരണം ഇഞ്ചറി ഇല്ലാതെ നമുക്ക് മാക്സിമം വെയിറ്റ് ലോഡ് ചെയ്ത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് വെയിറ്റ് ചെയ്യാൻ ഇപ്പോൾ പമ്പപ്പ് ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റിനകം സ്മിത്ത് മെഷീൻ ഫ്രീ ആവാന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് തന്നെ തുടങ്ങാം. ഓക്കെ, കാരണം എനിക്ക് എപ്പോഴും അതിനകത്ത് തുടങ്ങുന്നതാണ് ഇഷ്ടം. അതിനകത്ത് നല്ല ഹെവി ആയിട്ട് ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്മിത്ത് മെഷീൻ ഫ്രീ ആകുന്നൊരു വെയിറ്റ് ചെയ്യാം. കാരണം ഫ്രീ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ലൊരു സ്പോട്ടില്ല. ഞാൻ ഫ്രീ വെയിറ്റ് നല്ല രീതിയിൽ ഹെവി ലോഡ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എനിക്കിപ്പം അത് ഒന്ന് കൈ തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിടിച്ച് നിർത്താൻ പറ്റിയൊരു സ്പോട്ട് ചെയ്യാൻ ഒരാളില്ല. അപ്പം നമുക്ക് ഫെയിലിയർ അറ്റൻഡ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും. സ്മിത്ത് മെഷീനകത്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു സപ്പോർട്ടർ കാണും. നമുക്ക് മെഷീനകത്ത് തന്നെ സപ്പോർട്ടർ സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനകത്ത് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ചെസ്റ്റ് പ്രസ് ആണ്. ഇതിനകത്ത് ഇങ്ങനൊരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഫുള്ള് ഡീപ്പായിട്ട് ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നല്ലോണം ഹെവി ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു റിസ്റ്റ് സ്ട്രാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചറി ഇല്ലാതെ മാക്സിമം വർക്കൗട്ട് ചെയ്യാം. അപ്പം ഇഞ്ചറി ഇല്ലാതെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ ഇതുപോലൊരു സ്ട്രാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആണ്. ബിക്കോസ് ഇത് നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ട് നമ്മുടെ കൈക്ക് തരും. അപ്പം ഇതും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് തരാൻ ഒരാളില്ലെന്നുണ്ടെങ്കിൽ എപ്പോഴും സ്മിത്ത് മെഷീൻ ഒരു സേഫ് ഓപ്ഷനാണ്. സോ ഇത് എൻ്റെ ഫസ്റ്റ് വർക്കിംഗ് സെറ്റാണ്. കിടക്കുക, കൈ ഇങ്ങനെ ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് വെക്കുക. അപ്പം നമുക്കൊരു ലെവല് മനസ്സിലാവും. കാരണം നമ്മൾ കിടന്നിട്ട് കൈ ഇങ്ങനെ മണ്ടയ്ക്കോട്ട് വെക്കുമ്പം ഷോൾഡറിൽ എൻഗേജ്ഡ് ആയി നിൽക്കുകയാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് വരത്തില്ല. കുറച്ചും കൂടി ബാക്കിലോട്ട് ഇരിക്കുക, ഇവിടെ കിടക്കും. അപ്പോൾ ഏകദേശം ചെസ്റ്റിൻ്റെ
നിപ്പിളിൻ്റെ ലെവലിലോട്ട് വരും. ഓക്കെ, നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. എൻ്റെ ഈ മെഷീൻ എന്ന് പറഞ്ഞാൽ ഇത്രേ വരത്തുള്ളൂ മാക്സിമം. കാരണം ഞാൻ അവിടെ സപ്പോർട്ടിന് സേഫ്റ്റി പിന്നിട്ടിട്ടുണ്ട്. അപ്പം എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ കയ്യിൽ നിന്ന് പോയാലും ഇത്രേ വരത്തുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്ലെക്സ് ചെയ്ത് കൊടുത്തത് അകത്തോട്ട്. അപ്പം മാക്സിമം ഞാൻ താഴെ നിന്നാണ് ലോഡ് ചെയ്യുന്നത്. ഇനി ഒരു 10 to 12 reps. 1 2 3 4 5 6 7 8 10 11. One more. അവിടെ ഓടിപ്പോ. ഓ 13 റെപ്സ് അടിച്ച്. അപ്പോൾ എന്തായാലും നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഞാനൊരു 13 റെപ്സ് അടിച്ചു. 13 റെപ്സിൽ ഓൾമോസ്റ്റ് ഫെയിലിയർ അറ്റൈൻ ചെയ്തു. കാരണം അടുത്ത സെറ്റിൽ നമ്മൾ ഒരു പ്ലേറ്റും കൂടി ആഡ് ചെയ്യും. അപ്പോൾ ഒരു 10 റെപ്സ് മാക്സിമം പുഷ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. കാരണം ഹെവി ലോഡാണ്. 10 റെപ്സ് ഞാൻ വളരെ പയ്യനെയാണ് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, എൻ്റെ റെപ്പറ്റീഷൻസിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആണ്. കാരണം എനിക്ക് കൂടുതൽ ടൈം എടുക്കും എൻ്റെ ഒരു സെറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ കൂടുതൽ നമുക്ക് മസിലിൽ ആക്ടിവേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് എൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്യുന്ന എല്ലാവരെയും ഞാൻ ചെയ്യുന്നത്. കമാൺ 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 കമാൺ. യെസ്. അപ്പോൾ എന്തായാലും ഇനിയൊരു 2 സെറ്റും കൂടി നമുക്ക് ചെയ്യാം. ഫെയിലിയർ ആണെന്നുണ്ടെങ്കിൽ, കംപ്ലീറ്റ് ഫെയിലിയർ ആവുന്നുണ്ടെങ്കിൽ 2 സെറ്റ് മതിയാവും. അപ്പോൾ നിങ്ങൾ ഹെവി ആയിട്ട് ലോഡ് എടുക്കുന്ന സമയത്ത് ഈ സ്ട്രാപ്പ് ഉപയോഗിക്കുന്ന കാര്യം മറക്കണ്ട. കാരണം നമ്മുടെ റിസ്റ്റിന് മൊബിലിറ്റി റെസ്ട്രിക്റ്റ് ചെയ്യും ഈ ഒരു സാധനം. അപ്പം നമുക്ക് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇത് കെട്ടേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തായാലും ഇവിടെ പ്ലേസ് ചെയ്യുക, കുറച്ചൊന്ന് കയറ്റി വെക്കുക. ഓക്കെ, മേളിൽ നിന്ന് ഒന്ന് പ്ലേസ് ചെയ്താൽ കറക്റ്റ് പോയി. കാരണം ഇതിനി ബാക്കോട്ട് പോകത്തില്ല. അപ്പം അവിടെ ഒരു മൊബിലിറ്റി റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് സ്ട്രോങ് ആയിട്ട് കെട്ടിപ്പിടിച്ച് നിർത്താൻ പറ്റും. പിന്നെ വർക്കൗട്ട് ചെയ്തതിന് ശേഷം ഇത് അഴിച്ചുവിടുക. കാരണം ബ്ലഡ് സർക്കുലേഷൻ അവിടെ ക്ലോട്ട് ആയിക്കണം. ഫെയിലിയർ റെഡ്സ് ആണ് ചെയ്യുന്നത്. എല്ലാവരും നമ്മൾ ചെയ്യുന്ന കണക്ക് തന്നെ ഫെയിലിയർ ആയിട്ടാണ് ചെയ്യിപ്പിക്കുന്നത്. കാരണം കൂടുതൽ ഗ്രോത്ത് പെട്ടെന്ന് നമുക്ക് കിട്ടും. അതിനനുസരിച്ചുള്ള ഡയറ്റും ഞാൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. അത് വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അവർക്ക് അതിനനുസരിച്ചുള്ള റെസ്റ്റും ഉണ്ട്, ഡയറ്റും ഉണ്ട്. 1 2 കമാൺ. നമ്മൾ പിന്നെ വെയിറ്റ് കൂട്ടിയിട്ടുണ്ട്. 1 സൈഡ് 45 kg ആണ് വരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ ബാറിൻ്റെ വെയിറ്റ് അത് കൂട്ടുന്നില്ല, 90 kg ഓൾമോസ്റ്റ് വരും. അപ്പം ഇത് നമുക്ക് മാക്സിമം ഒരു 7 റെപ്സ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഫെയിലിയർ അറ്റൻഡ് ചെയ്യും. കാരണം നമ്മൾ ഒരുപാട് റിസ്ക് എടുത്ത് ഈഗോ ലിഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇഞ്ചുറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാം, എന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രോപ്പ് ചെയ്യും. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. Fun. It's hard. It's hard. It's hard. It's hard. 2 3 little bit support. ഓടാ പട്ടി, എന്നാ കൊല്ലാനാണുള്ള ഗൈസ്. അത് സപ്പോർട്ടില്ലാതെ ചെയ്യാൻ കുറച്ച് റിസ്ക് ആണ്. കാരണം പൊങ്ങുന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് കൊടുത്തിട്ട് വേണ്ട 7 റെപ്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ഫ്ലാറ്റ് ചെസ്റ്റ് പ്രസ് അവിടെ തീർന്നു. നമുക്ക് ഇനി അടുത്ത ഇൻക്ലൈൻ അടിക്കണം. അപ്പം ഞാൻ ഇന്നത്തല്ല ഇൻക്ലൈൻ അടിക്കുന്നത്. നമ്മൾ നേരത്തെ വാമപ്പ് ചെയ്ത മെഷീനില്ലേ, അതിനകത്താണ് ഇൻക്ലൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് പോകാം. ഇൻക്ലൈൻ ചെസ്റ്റ് പ്രസിൻ്റെ ഫസ്റ്റ് വർക്കിംഗ് സെറ്റ്. അപ്പം ഇതിനകത്ത് ഞാനെപ്പോഴും കുറച്ചും കൂടി ലോവർ സൈഡാണ് ഉപയോഗിക്കുന്നത്. കാരണം എനിക്ക് കുറച്ചും കൂടി ലോവർ സൈഡ് ഉപയോഗിക്കുന്നതാണ് ഇഷ്ടം.
എൻ്റെ അപ്പർ ചെസ്റ്റ് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ചെയ്യാറ്. കാരണം എനിക്ക് ആ മസിൽ മൈൻഡ് കണക്ഷൻ നല്ല രീതിയിൽ കിട്ടും ഈ മെഷീനകത്ത് ചെയ്യുന്ന സമയത്ത്. Six, 7, 8, 9, 10, 11. അപ്പർ ചെസ്റ്റ് നല്ല രീതിയിൽ സൂപ്പറായിട്ട് പമ്പായിട്ട് കിട്ടും. ഇതിപ്പോൾ 25 kgs ആണ് ചെയ്തത്. അടുത്ത സെറ്റ് ഒരു 5 kgs കൂടി ആഡ് ചെയ്ത് 30 kgs. അതിനകത്ത് ഞാൻ മാക്സിമം ഇത് കംപ്ലീറ്റ് ചെയ്യും. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം, കാരണം മൊബൈൽ ചാർജ് ചെയ്താറേ. അപ്പോൾ ഇത് തന്നെയാണ് 3 സെറ്റ് ചെയ്യുന്നത് 30 kgs വെച്ചിട്ട്. ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത വർക്കൗട്ട് ഞാൻ അപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് കേബിൾ വേരിയേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും ഡിക്ലൈൻ എന്താ ചെയ്യാത്തതെന്ന്. ഞാൻ ഫ്ലാറ്റ് ചെയ്തു, ഇൻക്ലൈൻ ചെയ്തു. ഡിക്ലൈൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനകത്താണ്. ഓക്കെ, അപ്പോൾ മാക്സിമം ടേബിളിനകത്താണ് ഞാൻ ഡിക്ലൈൻ ചെയ്യാറ്. എനിക്കതാണ് ഇഷ്ടം. അപ്പോൾ ഇതിനകത്ത് ഞാൻ മാക്സിമം കോൺസെൻട്രേറ്റ് ആണ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല, അടുത്ത ചെസ്റ്റിലേക്ക് ഞാൻ വേരിയേഷൻസ് മാറ്റും. സോ എല്ലാ ദിവസവും ഒരേ വേരിയേഷൻസ് അല്ല ഞാൻ ചെയ്യുന്നത്, പക്ഷേ ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് എവരി മസിൽ ഈസ് ഗെറ്റിംഗ് ദാറ്റ് പാർട്ട്. അപ്പോൾ എല്ലാ മസിൽ ആക്ടിവേറ്റ് ആകുമെന്ന് ഞാൻ ഉറപ്പ് വരുത്തും. പക്ഷേ എല്ലാ വേരിയേഷൻസ് ചെയ്യണമെന്ന് ഒരേ ദിവസം ചെയ്യണമെന്നില്ല. അതാണ് ഞാൻ ചെയ്യുന്ന പാറ്റേൺ. ആൻഡ് മൈ ചെസ്റ്റ് ഈസ് ഹാവിങ് എ ഡീസൻറ്റ് സൈസ്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് പമ്പ് ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഇതും 3 സെറ്റും ഫെയിലിയർ. കണ്ടോ ഗൈസ്, എൻ്റെ ഫുൾ ബോഡി പമ്പായിക്കുന്നുണ്ടോ? ചെസ്റ്റ് പമ്പായിക്കുന്നുണ്ട്. സോ നമുക്ക് എല്ലാ വേരിയേഷനും ചെയ്യണമെന്നില്ല. മാക്സിമം ചെസ്റ്റ് ഫെയിലിയർ വരെ നല്ല രീതിയിൽ പുഷ് ചെയ്യാൻ നോക്കുക. അപ്പം പല രീതിയിലുള്ള വർക്കൗട്ട് വേരിയേഷൻ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏറ്റവും മോസ്റ്റ് എഫക്റ്റീവായിട്ട് ആൻഡ് സേഫായിട്ട് തോന്നുന്ന വർക്കൗട്ടിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഇപ്പം ഞാൻ കാണിച്ചു തന്ന മൊത്തം എൻ്റെ ഫേവറേറ്റ് വർക്കൗട്ട്സ് ആണ്. അപ്പം അത് തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഞാൻ ഈ ഒരു വർക്കൗട്ട് സ്പ്ലിറ്റാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ട് പാറ്റേൺ ഇത് തന്നെയാണ്. ശരി ഗൈസ്, അപ്പം ഇതാണ് നമ്മുടെ പമ്പ് എന്ന് പറയുന്നത്. സൈഡ് ചെസ്റ്റ് പമ്പ് കണ്ട. സോ നല്ല രീതിയിലുള്ള പമ്പായിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നമ്മുടെ ചെസ്റ്റ് പുഷ് ചെയ്യുക. എല്ലാ വേരിയേഷനും ഒറ്റ ദിവസം തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് പല വേരിയേഷൻസ് ട്രൈ ചെയ്യാം. പക്ഷേ ഒരു ദിവസം മാക്സിമം ഒരു 3 to 4 വേരിയേഷനിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള വേരിയേഷൻസ് ട്രൈ എടുക്കുക. മെഷീനകത്താണെങ്കിൽ മെഷീനകത്ത് ഫ്രീ വെയിറ്റാണ് ഫ്രീ വരുന്നത്. നിങ്ങൾക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് ഏത് വേരിയേഷൻസ് ആണോ അത് സ്റ്റിക്ക് ഓൺ ചെയ്യുക. നിങ്ങൾ പഠിക്കുക, നിങ്ങളുടെ സ്വന്തം ബോഡിയെ നിങ്ങൾ പഠിക്കുക. നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മസിൽസ് നല്ല രീതിയിൽ ആക്റ്റീവ് ആവുന്നുണ്ടോ, മസിൽ മൈൻഡ് കണക്ഷൻ കിട്ടുന്നുണ്ടോ, മസിലിന് നല്ല രീതിയിൽ പമ്പ് കിട്ടുന്നുണ്ടോ. സോ അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യുക. ദെൻ യു വിൽ ഹാവ് ദ പ്രോഗ്രസ്. ടേക്ക് യുവർ ടൈം. അപ്പം എൻ്റെ വർക്കൗട്ട് ഇപ്പോഴും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാണ്. ഇനി പെക്ലയും കൂടെ ചെയ്ത് ഒന്ന് പമ്പ് ചെയ്ത് നിർത്തുക ഇന്നത്തെ വർക്കൗട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയി ട്രൈസെപ്സും ചെയ്യും. അപ്പോൾ ട്രൈസെപ്സിന് 2 വേരിയേഷൻ, ഒരു എക്സ്റ്റൻഷനും ഒരു ഓവർ ഹെഡ് എക്സ്റ്റൻഷനും ഒരു കേബിൾ കിക്ക് ബാക്ക്. ഈ 2 മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ. അപ്പം ട്രൈസെപ്സും മാക്സിമം ഫെയിലിയർ ആവുന്നവർ ചെയ്യും. അതും ഞാൻ മെയിനായിട്ട് കേബിളിനകത്താണ് ചെയ്യുന്നത്. എനിക്കിപ്പോൾ ഞാൻ ഫ്രീ വെയിറ്റ് മാക്സിമം ചെയ്യാറില്ല, കാരണം എനിക്ക് കേബിളിനകത്ത് കുറച്ചുകൂടി നല്ല രീതിയിൽ മസിൽ മൈൻഡ് കണക്ഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതും കൂടി കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ഇപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യാം. ഇതാണ് നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ട്. ഞാൻ പറഞ്ഞ കണക്ക് പമ്പ് ചെയ്യാൻ വേണ്ടിയാണ് മാക്സിമം ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം
ഹൈറ്റ് കറക്റ്റാണെന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്യുക. നല്ല രീതിയിലുള്ള പമ്പ് കിട്ടും. 40 kgs is like very easy. ഞാൻ വെയിറ്റ് കുറച്ചില്ല. Oh. 1 സെറ്റിൽ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് ലാസ്റ്റ് വർക്കൗട്ട്. ഇനി പമ്പ് എന്താണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പം എൻ്റെ ഫേവറേറ്റ് ട്രൈസെപ്സ് എക്സ്റ്റൻഷൻ ഇതാണ്. ഞാനിതൊരു ചെസ്റ്റ് ലെവലിൽ സെറ്റ് ചെയ്യും. ആൻഡ് ഇവിടെ ആകുമ്പോൾ എനിക്ക് മാക്സിമം ടെൻഷൻ കിട്ടും. താഴെയും കിട്ടും, മുകളിലോട്ട് പോകുമ്പോഴും മാക്സിമം ടെൻഷൻ. സോ ഇതൊരു ഫെയിലിയർ സെറ്റ് 2 ഞാൻ ചെയ്യും. ആ 15 reps. അത് കൈ മാറ്റുക. കഴിഞ്ഞില്ല. നമ്മൾ 10 reps ഇതിനകത്ത് കൂടി ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സൈക്കിളിലാണ് നമ്മുടെ മസിൽസ് നല്ല രീതിയിൽ ആക്റ്റീവ് ആവുന്നത്. അപ്പോൾ ഇതാണ് ഒരു സെറ്റ്. ഇതേപോലെ തന്നെ നമ്മൾ ഒരു സെറ്റും കൂടി റിപ്പീറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു കിക്ക് ബാക്ക് വേരിയേഷൻ കൂടി ചെയ്യും. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. സോ മെഷീൻ നമ്മളെ നേരെ ചെസ്റ്റിന് താഴെയായിട്ട്, നിങ്ങൾ നിൽക്കുന്ന രീതിയിൽ ചെസ്റ്റിനെ തൊട്ട് താഴെയായിട്ട് ചെയ്യുക. കാരണം നമ്മൾ ബെൻഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ചെസ്റ്റിന് ലെവൽ വരും. ഫുൾ വന്നിട്ട് നമ്മുടെ ആംപിറ്റ്സ് ടൈറ്റ് ചെയ്യുക. ഫുൾ കിക്ക് ബാക്ക് അവിടെ അത് ഹോൾഡ് ചെയ്യണം. കാണുന്ന കണക്കല്ല, നല്ല രീതിയിൽ എഫക്റ്റ് ആയിട്ടുള്ള വർക്കൗട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഫ്രണ്ടിലോട്ട് കുറച്ച് ഹാങ് ചെയ്യാനും കുഴപ്പമില്ല. 1 2 3 4 5 6 7 8 9 10. അത് കണക്ക് തന്നെ അപ്പുറത്ത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വർക്കൗട്ട് സ്പ്ലിറ്റ് അവിടെ തീർന്നു. ഇതാണ് ഞാൻ മാക്സിമം ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഭയങ്കര സൗണ്ടും ഭയങ്കര കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ അതും കൂടി ചെയ്തിട്ട് താഴെ പോയിട്ട് പമ്പ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പം കണ്ട കാര്യം ചെസ്റ്റ് സെപ്പറേഷനൊക്കെ നല്ല രീതിയിൽ ഡെവലപ്പായി വരുന്നുണ്ട്. അതാണ് പമ്പ് എന്ന് പറയുന്നത്. ഷോൾഡർ ചെസ്റ്റ് സെപ്പറേഷൻ കണ്ടോ? സൈഡ് ചെസ്റ്റ്. സോ
ഇപ്പം എൻ്റെ ഡയറ്റിനകത്ത് ശരിക്കും പറഞ്ഞാൽ പ്രോട്ടീൻ പൗഡർ പോലും ഞാൻ എടുക്കുന്നില്ല. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഞാൻ പ്രോട്ടീൻ പൗഡർ എടുക്കുന്നില്ല. ഭയങ്കര മടിയാണ് എനിക്ക് എടുക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ എൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 81 കിലോ ആണ്. ഞാനിപ്പം കംപ്ലീറ്റ്ലി ഡയറ്റിലാണ് എൻ്റെ പ്രോട്ടീൻ ഇൻടേക്ക് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തത്. ഞാൻ പ്രോട്ടീൻ പൗഡർ ഓൾമോസ്റ്റ് തീർന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല. ഭയങ്കര മടിയാണ് ഇപ്പോൾ എടുക്കാനായിട്ട്. അപ്പം ഇപ്പോഴത്തെ എൻ്റെ പ്രോട്ടീൻ ഇൻടേക്ക് കംപ്ലീറ്റ്ലി ഞാൻ ഡയറ്റിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡയറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ കട്ടിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് മാത്രം പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്താലും മതി. സോ ദാറ്റ് ഈസ് ആൻ ഓൾട്ടർനേറ്റീവ്. നിങ്ങളുടെ കാലറി ഇൻടേക്കും കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആണെന്ന് നിങ്ങൾക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ പമ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ ബോഡി അത്യാവശ്യം നല്ല രീതിയിൽ ഡെവലപ്പായി വരുന്നുണ്ട്. പിന്നെ എല്ലാവരും ചോദിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ കോമ്പറ്റീഷൻ ഇറങ്ങുന്നുണ്ടോ എന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വർഷത്തെ കോമ്പറ്റീഷൻ പ്ലാൻ ചെയ്യുന്നില്ല. മേ ബി അടുത്ത വർഷം ഒരു കോമ്പറ്റീഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഇറങ്ങുന്നതായിരിക്കും. പക്ഷേ ഈ വർഷം എനിക്ക് വയ്യ. കഴിഞ്ഞ വർഷത്തെ തന്നെ പ്രോഗ്രസ് കുറച്ച് ഡ്രോപ്പ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം മാക്സിമം നമ്മൾ ഓഫ് സീസണിൽ നല്ല രീതിയിൽ പ്രോഗ്രസീവായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. ഞാൻ ബൾക്കിലാണെങ്കിൽ പോലും എൻ്റെ ബോഡി നല്ല രീതിയിൽ ഡെവലപ്പ് ആവുന്നുണ്ട്. അപ്പം മസിൽസൊക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ആവുന്നുണ്ട്. അപ്പം ഈ വർഷം മാക്സിമം ഗ്രോ ചെയ്തിട്ട് അടുത്ത വർഷം ഒന്ന് കട്ട് ചെയ്താക്കാം. അതുകൊണ്ട് ഞാൻ ഈ വർഷത്തെ കോമ്പറ്റീഷൻ ഒന്നും ഇറങ്ങുന്നില്ല. മേ ബി നെക്സ്റ്റ് ഇയർ നെക്സ്റ്റ് സീസൺ നമുക്ക് നോക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഫുൾ സെറ്റിലായിട്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം. അണ്ടിൽ ദെൻ ബൈ.